എന്റെ മുതലാളിയുടെ ഓരോരോ കാര്യങ്ങളെ സ്വന്തം ഭാര്യക്ക് മീൻകറി വെക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞോണ്ട് ആ ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഷാപ്പി മീൻകറി വെച്ചോണ്ടിരുന്ന് എന്നെ പിടിച്ച് ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്നു. ഇതിപ്പോ എനിക്ക് ഭ്രാന്തായതാണ്, അതാ മുതലാളിക്ക് ഭ്രാന്തായതാണ്. ഒരു പിടുത്തവും കിട്ടില്ല, എന്തുവാന്ന് പറഞ്ഞൂടല്ലേ ദൈവമേ. മണിയാ മുതലാളി കഴിക്കുന്നോടാ. എനിക്ക് വേണ്ട മുതലാളി. കഴിക്കടാ. വേണ്ട മുതലാളി, എനിക്ക് വേണ്ട മുതലാളി. എന്റെ മുതലാളി എന്തൊരു മനുഷ്യനാ മുതലാളി. സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അവക്ക് മീൻകറി വെക്കാൻ അറിഞ്ഞൂടാ. എന്റെ മുതലാളി, കേരളത്തിലുള്ള ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് മീൻകറി വെക്കാൻ അറിയാം. നീ എവിടെ മീൻകറി കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിനെക്കാട്ടി നല്ലത് എന്താണെന്നറിയോ? പച്ച മീനെടുത്ത് മുളവിലും മല്ലിയിലും മുക്കിയിട്ട് കടിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് കൊള്ളൂലെന്ന്. മീൻകറി കൊള്ളത്തില്ല. എന്റെ മുതലാളിക്ക് ഇപ്പോഴും ഭാര്യയുടെ വില അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വർത്താനം പറയുന്നത്. മുതലാളി ഈ കൂട്ട കുടി കുടിക്കുന്നുണ്ടല്ലോ ഭാര്യ ഇറക്കി വിട്ട്. മുതലാളി ഒന്ന് ആലോചിച്ചോ, എപ്പോഴെങ്കിലും ബോധം കെട്ട് ഒരു ദിവസം തളർന്ന് വീഴും. ആ സമയത്ത് മുതലാളിയുടെ കുഞ്ചു വിരല് പോലും അനങ്ങാതിരിക്കുന്ന ആ സമയത്ത് മുതലാളി മനസ്സിലാക്കും മുതലാളിയുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു എന്ന്. കുഞ്ചു വിരല് പോലും അനങ്ങാതെ നടക്കുമ്പോ എനിക്ക് എന്തിനാണ് ഭാര്യ ക്യൂട്ടസ് ഇടാൻ? അതിന്റെ ആവശ്യമില്ല. എന്റെ മുതലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്ത്? മുതലാളി രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ആഗോള സമ്പദ്ഘടന എന്ത് പറ്റുമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മുതലാളി, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. ഞാനാ ഇടിച്ചിട്ടത്? അല്ല, പിന്നെ എന്റെ അടുത്തൊന്ന് ചൂടാവേണ്ട കാര്യം എന്തോന്ന്? ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. നീ പറയേണ്ടത് നിന്റെ വീടിന്റെ പിറകുവശത്തെ മതിലിടിഞ്ഞാ എന്റെ അടുത്തൊന്ന് പറയണം. നീ നടന്നു വരുന്ന വഴിയിൽ മരം ഒടിഞ്ഞു വീണാ എന്റെ അടുത്തൊന്ന് പറയണം. ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു വീണാന്ന് പറയേണ്ട കാര്യം എന്തോന്ന്? പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാവൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ഈ ജോലി അങ്ങ് രാജിവെക്കുക. എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ ഷാപ്പിലോട്ട് പോവുക. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഷാപ്പിലെ പൂച്ചയെടുത്തൊന്ന് കുളിപ്പിച്ച് പേശയും പൂച്ചയാക്കാൻ നിന്നാ നടക്കൂല. പൊക്കോ, ഞാൻ പോവും. എത്ര രൂപ നിന്റെ ഷാപ്പിലെ ശമ്പളം? 1300 രൂപ. നിനക്ക് 2500 രൂപയും അൺലിമിറ്റഡ് കല്ല് ഞാൻ തരും. പോരുന്നോ നീ? മുതലാളി, ഞാൻ മൂലമറ്റ ഷാപ്പിലായിരുന്ന സമയത്ത് എനിക്കറിയാം വരാല് പിടിക്കുന്ന നീ വരുമെന്ന്. മുതലാളി, മൂലമറ്റ ഷാപ്പിൽ വെച്ച് കാന്താരി മുളക് കൊണ്ട് ഐറ്റം ഉണ്ടായിരുന്നു. അതായത് ഈ കാന്താരി മുളക് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊരു മസാല അങ്ങ് ആക്കും. എന്നിട്ട് നേരെ ചെമ്മീനുണ്ടല്ല, ഈ ചെമ്മീനകത്തോട്ട് ഇത് തേച്ചങ്ങ് പിടിപ്പിക്കും. ഇത് തേച്ച് നല്ല സെറ്റായി വരാതെടുത്ത് ഒരു പാനിനകത്ത് ഒരു വാഴയിലയും വെച്ച് അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഓരോന്നും എടുത്ത് അങ്ങോട്ട് ഇടും. ഇതൊക്കെ മൂത്ത് വരാൻ നേരത്ത് ഒരു നല്ല കാന്താരിയുടെ സ്മെല്ലങ്ങ് വരും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തറിയാവോ, ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലെടുത്ത് ഒഴിക്കും. ഈ തേങ്ങാപ്പാലങ്ങ് മൂത്ത് ഈ ചെമ്മീൻ അതിനകത്ത് കിടന്ന് വരുമ്പോ ഒരു ബ്രൗണിഷ് ഒരു ഗ്രീനിഷ് ഫ്ലേവർ ആവും. ഈ സമയത്ത് അതിനകത്തുനിന്ന് ഒരു ചെമ്മീൻ ഇങ്ങനെ എടുത്ത് വായിക്കാത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുതലാളി രുചി വന്ന് ഉച്ചിയിലടിക്കും. വേണോ? വേണം. എന്നാ ടേസ്റ്റ് ആണെന്ന് അറിയാവോ? നല്ല രുചിയായിരിക്കും. ടേസ്റ്റ് കിട്ടണം. ഇല്ലെങ്കിൽ കാന്താരി മുളക് ഉടച്ച് ഞാൻ മൂലമറ്റം തേക്കും. കഴിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട മുതലാളി. വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അല്ല മുതലാളി, അമേരിക്കയിലായിരുന്ന സമയത്തുള്ള സെറ്റപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? അമേരിക്കയിൽ ഒരുത്തുണ്ടായിരുന്നു കേട്ടോ, മീൻകറിയിലെ വിദഗ്ധരായിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ഈ സായിപ്പ് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉഗ്രം മീൻകറി വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ദിവസം തന്നെ മീൻകറി വെച്ചിട്ട് ഞാൻ പറഞ്ഞങ്ങോട്ട്. അതെന്നാ കാര്യം? ഒന്നും വിടാതെ മീൻകറി വെച്ചെന്ന്. സായിപ്പന്മാരൊക്കെ അല്ലേ, അതവരുടെ ഒരു ശീലമാണ്, അവരങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, അതവരുടെ ഒരു ഇതാണല്ലോ. ഇപ്പൊ കോളത്തൊന്ന് നോക്കണം, അവരങ്ങനെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതാണ് പറഞ്ഞത്. പിന്നെ മസാല ഇട്ടില്ലെന്ന്. സായിപ്പന്മാരാ? സായിപ്പന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മസാലയുള്ള. ചുമ്മാ മിണ്ടാതിരി മുതലാളി, അങ്ങനെയൊന്നും പറയല്ലേ. എടോ, മീൻകറിയിൽ മസാല ഇട്ടില്ലെന്ന്. മീൻകറിയില്ല? അതെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന മാഡത്തിന് ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ട് മീൻകറിയിൽ ഇതില്ലെന്ന് പറഞ്ഞോട്ടെ. ഈ ചോദിക്കാനായിട്ട് മറ്റേ നമ്മുടെ ബോബി സാറുണ്ടല്ലോ, മാഡത്തിന്റെ ആകള, പുള്ളി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. എന്ത് ബോബി സാർ വന്നു കഴിഞ്ഞാൽ എന്താ വിഷയം? ബോബി സാർ ഭയങ്കര ഗുണ്ടയാണ്, എല്ലാരും പിടിച്ച് ഇടിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പാതിരാത്രി സ്വന്തം മൂത്രം ഒഴി വരുന്നുണ്ടിട്ട് പെരുമ്പാമ്പാണെന്ന് പറഞ്ഞ് അതിനെ അടിച്ച് പൊട്ടിച്ച് ദേഹത്ത് എറിപ്പിച്ചാണ് അവനെ പേടിക്കേണ്ട കാര്യം എന്തോന്നു മുതലാളി? അവിടുന്ന് ഒരു കാറ് വരുന്നുണ്ട് ഗേറ്റിന്റെ ഇങ്ങോട്ട്. കാറാ? അല്ല, അത് നമ്മുടെ വീട്ടിലോട്ടല്ല കേട്ടാ. അല്ലേ? അല്ലല്ല. തുറന്നിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇല്ലടാ, ആര് വന്നാലും നിനക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അല്ലല്ലോ, ബോബി സാർ തന്നെ. ബോബി സാർ വന്നാൽ പേടിക്കേണ്ട കാര്യം ഞാൻ ഇല്ലേ, ഞാൻ സംസാരിക്കൂലേ. പിന്നെ എനിക്കെന്തോ പേടി? ഞാൻ കൂടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. മുതലാളിയെ പേടിപ്പിക്കാനായിട്ട് വരുന്ന എനിക്ക് പിന്നെ ഇറങ്ങി വേണ. ആരാണാവോ? നീ ആരാണ്? ഞാനോ? ഇവിടെ ചോദിച്ചാ മതി. നീ ആരാണ്? അതല്ലെന്ന്, പിന്നെ ഇവിടെ ചോദിച്ചാ മതി. അവിടെ ആരും ഇല്ലല്ലോ. മുതലാളി ആരാ നീ? ഞാൻ ഷാപ്പിലെ മണി. അമ്പലത്തിലും പള്ളിയിലുള്ള മണി, ഷാപ്പിലെ മണി അടിച്ചിട്ട് വന്ന് അടിക്കാനാ? അതല്ലെന്ന്, പിന്നെ ഞാൻ ഷാപ്പിൽ കറി വെക്കുന്ന മണി.
നീയാണോ മണി? ഓ, ഞാനാണ്. ആഹാ, നീ കാരണമാണ് എന്റെ പെങ്ങളോട് പോകാൻ കാരണം അല്ലടാ. ഞാനെന്തോ ചെയ്തു? നീ അറിയണം, മീൻ കറി വെക്കാൻ അറിഞ്ഞോടെന്ന് പറഞ്ഞ് എന്റെ പെങ്ങൾ എന്റെ അളി ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന്. എടാ, അവളെ ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചറിയാമോ? ഞാൻ അവളെ +2 പഠിപ്പിച്ച്, BCom പഠിപ്പിച്ച്, MTech പഠിപ്പിച്ച്, അറിയാമോ? മീൻ കറി വെക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ മുതലാളി ഇവിടെ ഇറക്കി വിടുമായിരുന്നു. ഇത്രയൊക്കെ പഠിപ്പിച്ചപ്പോ അതും കൂടെ പഠിപ്പിക്കണമായിരുന്നു. അവനെ ഇറക്കി വിടാ. ഇറക്കി വിടാൻ? ഇറക്കി വിടാ അവനെ. ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യണം? ഗോപി വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടേ ഞാൻ പോകും. കൊടുത്തിട്ടേ ഞാൻ പോകും. എന്തോ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തോ കൊടുക്കുന്നു. അല്ല, പുതിയ ഷാപ്പിലെ കറിക്കാരൻ വന്നു. അപ്പൊ മീനൊക്കെ വെട്ടാനും കാടൊക്കെ വെട്ടാനും ഒരു കത്തി വേണമല്ലോ. ആണല്ലേ? അല്ല, അളിയ തോക്കോട്ട് ഇവിടെ. എനിക്ക് ഈ വെടിയിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനൊരു 2 കിലോ ബീഫ് മേടിച്ച് എന്റെ റൂമിനകത്ത് കെട്ടി തൂക്കിയിട്ടിട്ട് ഒരു 4 റൗണ്ട് വെടി വെച്ചിട്ട് വന്ന് നിൽക്കുന്ന അളിയന് വേണോ വെടിയിറച്ചി? അല്ല, ഞാൻ കഴിക്കാം. അളിയ, എന്നാലും സങ്കടം ഉണ്ട് അളിയ. മീൻ കറി വെക്കൂലെന്നും പറഞ്ഞിട്ട് അവളെ എന്തിനാ അടിച്ചിറക്കിയത്? കഷ്ടമുണ്ട് കേട്ടോ എന്റെ പെങ്ങളെ കാര്യം. മനസ്സിലാക്കണം. എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്ത് വേണമെന്നാണ് അവളെ വിളിച്ചോണ്ട് വരണം അളിയ. എനിക്ക് താല്പര്യമില്ല. ഈ മീൻ കറി വെക്കാൻ അറിഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടത്. മീൻ കറി വെക്കാൻ പഠിപ്പിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം. എന്നാത്തിന്? അതിന് രീതി കൊണ്ടുവരുന്നത് ഇവിടെ ഞാനുണ്ടല്ലോ. അഥവാ പഠിച്ചു കഴിയുവാണെന്നുണ്ട് മൂലമറ്റത്തെ ഷാപ്പില് എന്റെ ഒരു ഒഴിവുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത്രയും പഠിപ്പിച്ചിട്ട് പെങ്ങൾ ഷാപ്പിൽ കൊണ്ടാക്കാനാണ്. അല്ല, പിന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ കാര്യം പറയരുത്. കുടുംബാരത്തിൽ നീ ഇടപെടരുത്. അല്ല, എവന് മീൻ കറി വെക്കാൻ അറിയാമോ? അവന് ഒരു മീനെ ഇങ്ങിട്ടിട്ട് അതിന്റെ ചെകിള പൊക്കാതെ ഞാൻ പറയും ഇത് ചീഞ്ഞതാണോ അല്ലയോ. അതൊക്കെ പറയും. എനിക്കും ഈ ഒരു സെയിം അവസ്ഥ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മുതലാളിയില്ലേ, അപ്പൊ മീൻ കറി വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇറക്കി വിട്ടില്ലേ, ഇതുപോലെ തന്നെയായിരുന്നു എന്റെ അച്ഛനും. എന്റെ അമ്മച്ചിക്ക് പഴങ്കഞ്ഞിയും മീൻ കറിയും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അമ്മച്ചി ആ ദേഷ്യത്തിൽ എന്ത് ചെയ്തെന്ന് അറിയാവാ? പുറത്തു പോയി പഴങ്കഞ്ഞിയും മീൻ കറിയും വെക്കാൻ പഠിച്ചു. എന്നിട്ട് അച്ഛൻ വിളിച്ചോണ്ട് വന്ന അമ്മച്ചി. പിന്നെ അമ്മച്ചി ഇപ്പൊ അടൂര് അമ്മച്ചി കട എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പഴങ്കഞ്ഞി കട തുടങ്ങി. അവിടെ ഇപ്പൊ നിൽക്കുവാണ്. അച്ഛൻ ഇടക്കിടക്കം കൊണ്ട് ചെല്ലും, പക്ഷെ അമ്മച്ചി മൈൻഡ് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷികളെ കണ്ടുപഠിക്കാം. പക്ഷികളിൽ നിന്നൊന്നും പഠിക്കാനൊന്നുമില്ല. ആര് പറഞ്ഞു? പക്ഷികളെ കണ്ടാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേഴാമ്പൽ. ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞ പക്ഷി, ഈ ആൺപക്ഷി, അതായത് പെൺപക്ഷി മുട്ടയിടാനായിട്ട് കൂട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആൺപക്ഷി വന്നിട്ട് ഈ പൊത്തങ്ങ് മൂടിക്കളയും. എന്നിട്ടൊരു ചുണ്ട് മാത്രം വെളിയിലോട്ടങ്ങ് ഇടും. ഈ സമയത്ത് ആൺപക്ഷി പുറത്ത് കറങ്ങി നടന്ന് അവിടെ നിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം ശേഖരിച്ച് മുട്ട വിരിയുന്നത് വരെ ഈ പെൺപക്ഷിക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതെ, അത് സ്നേഹം കൊണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോ ഈ പെൺപക്ഷിയിലെ ചിലപ്പ് കാരണം ഈ ആൺപക്ഷി കൂട്ടിനകത്ത് വെച്ച് അടയ്ക്കുന്നതാണെങ്കിലോ. അല്ല, ചിലപ്പോഴേ അങ്ങനെയും വരാം. ചിലപ്പോ ഈ ആൺപക്ഷിക്ക് വേറെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതും വരാം. എന്റെ ദൈവമേ, സംസ്ഥാന പക്ഷിയെ സംശയിക്കുന്ന രണ്ടുപേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവർക്ക് മീൻ കറി വെക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ അവള് പച്ചക്കറി നല്ല രീതിയിൽ വെക്കോളിയാ. പച്ചക്കറിയുടെ കാര്യമൊന്നും പറയല്ലേ. കഴിഞ്ഞ വിഷുവിന് ഇവള് മീൻ കറി വെക്കാൻ, മീൻ കറിയുടെ കാര്യം പറഞ്ഞാലോ ഞാൻ അവളും തമ്മിൽ എപ്പോഴും വഴക്ക്. വിഷുവിന്റെ അന്ന് ഞാൻ പറഞ്ഞു പുളുങ്കറി നിനക്ക് വെക്കാൻ അറിയാലോ, അങ്ങനെ ഒരു പുളുങ്കറി വെക്കാന്ന് പറഞ്ഞു. ഇവള് വെച്ചൊരു പുളിശ്ശേരി. എന്റെ ദൈവമേ, പച്ചോല പാമ്പ് ഓടുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് എന്റെ ചോറിന്റെ ഇലയിന്ന് ആ പുളിശ്ശേരി ഇറങ്ങി ഓടിയത്. ഒറ്റ പോക്കായിരുന്നു. ജംഗ്ഷനിൽ പോയാണ് നിന്നത്. അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പെങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. എന്താണ് കാര്യം? വിളിച്ചോണ്ട് പറഞ്ഞു. എന്റെ പെങ്ങളെ കാര്യമല്ലേ. എനിക്ക് താല്പര്യമില്ല പെങ്ങളുമായിട്ട് ജീവിക്കാൻ. അത് മാത്രമല്ല, എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന സമയമല്ല, 4 മണിയായി. എന്റെ കൊച്ചുങ്ങൾ വിളിക്കാൻ പോയിട്ട് വിട്ടാ. 4 മണിക്ക് നിങ്ങൾ വിളിക്കാൻ പോകണം. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, അവരെ വിളിക്കില്ലേ? അയ്യോ, അവൾ അവിടെ ഇല്ല. എവിടെ പോയി? അവളെ ഞാൻ പറഞ്ഞു വിട്ടു. വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അവളാ. എന്നെ സീരിയലാണെങ്കിൽ സമ്മതിക്കില്ല പെണ്ണ്. അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടിയായി. സീരിയൽ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ഇറക്കി വിട്ടു. മീൻ കറി വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. ഇതാണ് പറയണത്. വായി പല്ലില്ലാതിട്ട് സെറ്റ് പല്ല് വെച്ചവരാണ് ജന്മനാ പല്ലില്ലാത്തവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്.